എന്തൊക്കെയാണെങ്കിലും ആ മത്സരം ഞങ്ങൾ സമനിലയിൽ അവസാനിപ്പിച്ചു. ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ എത്രയോ ശക്തിമാനാണ് ബേബെ. ശരിക്കും യവനും ടൊർണാറ്റോയും ഒരുമിച്ച് നിന്ന് പോരാടിയിട്ടും ബേബലിനെ തോൽപ്പിക്കാനായില്ലെന്നോ? ഞങ്ങളോട് ക്ഷമിക്കൂ ഇസബൽ. തോൽപ്പിക്കാൻ പറ്റാത്ത വിധം ശക്തനായിരുന്നു അവൻ. എന്നോട് ക്ഷമിക്കൂ, ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഡാന ഒരുപാട് മാറിയിരിക്കുന്നു. ബാബൽ ശരിക്കും ശക്തിമാനാണ്. ടോബയും ഒട്ടും മോശക്കാരനല്ല. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് വ്യത്യസ്തനായ ടീമർ അയാൾ തന്നെയാണ്. ശക്തനായ ഒരു എതിരാളി. അതൊക്കെ പോട്ടെ, എല്ലാം മറന്നേക്കൂ. നമ്മള് മോശക്കാരല്ലായിരുന്നു. അനെ കൂടാതെ എന്റെ മജീഷ്യൻ, കാഞ്ചി, മിൽഗൺ എല്ലാവരും നമ്മുടെ കൂടെയല്ലേ ഉള്ളത്. നമുക്കിപ്പോ മൊത്തം 21 മെക്കാഡമയാണ് കൈവശമുള്ളത്. ബ്ലാക്ക് മിറേഴ്സിന് ഇതുവരെയും വെറും 9 എണ്ണം മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. പരിചയപ്പെട്ടതിൽ സന്തോഷം. നമുക്ക് ഒരുമിച്ച് പൊരുതാം. പരിചയപ്പെട്ടതിൽ സന്തോഷം. സ്വാഗതം. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. സംഭവം എന്താ? അതായത് ഡാനയോടൊപ്പം നിങ്ങൾ എന്തിനാണ് ബ്ലാക്ക് മിറേഴ്സ് ഉപേക്ഷിച്ചത്? അതെ അതെ, നിങ്ങളെയും ബ്ലാക്ക് മിറേഴ്സ് ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയായിരുന്നോ, ടൊർണാറ്റോസ് ചെയ്തതുപോലെ? ഒരിക്കലുമില്ല സർ. വാന്റിന് മാത്രമേ ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റൂ. ആ വാന്റിന് മാത്രം. എനിക്കും എന്റെ സഹോദരനും അങ്ങനെയുള്ള ശക്തിയില്ല. അത് ശരിയാണ്. പക്ഷെ ബാബേലും ഗാരിയോണും ഇരുട്ടിന്റെ മെക്കാഡിമൽസ് ആണ്. അവർക്ക് രണ്ടുപേർക്കും ഈവിൾ സ്പിരിറ്റിനെ കൊണ്ടുവരാനുള്ള കഴിവുണ്ട്. ഡാബിയുടെ പെട്ടെന്നുള്ള ഈ മാറ്റത്തിൽ ഞങ്ങൾ എല്ലാവരും വളരെ വിഷമത്തിലാണ്. ഡാബി പഴയ സ്ഥിതിയിൽ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതാ ഞങ്ങൾ ഡാനയുടെ കൂടെ നിൽക്കുന്നത്. മിൽഗൺ, കാഞ്ചി, ഇന്ത്യൻ മജീഷ്യൻ, താങ്ക് യു. ഓ യാ, കരയരുത് ഡാന. അതെ അതെ, ഇനി നീ ഒരിക്കലും കരയേണ്ട ആവശ്യമില്ല. നീ അവളോട് കരയാനായി പറഞ്ഞു നോക്ക്. ശരിയാണല്ലോ, നീ ഒരാൾ മാത്രമാ കരയണമെന്ന് തോന്നുമ്പോ കരയാൻ പറഞ്ഞത്. ഞാനിങ്ങനെ പറഞ്ഞോ? ഓ ഓ, സമയം ഒരുപാട് പോയി. ഓ ദൈവമേ, എന്റെ അമ്മ എന്നെ അടിച്ച് ശരിയാക്കും. അതെ, എന്നെയും. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇന്ന് എന്റെ അമ്മ പുറത്ത് എവിടെ പോയിരിക്കുകയാണ്. രാത്രി ഒരുപാട് വൈകിയേ വരൂ. അത് നന്നായി. അപ്പൊ പറയൂ, നീ എന്താ ചെയ്യാൻ പോന്നേ? എന്താ? നിനക്ക് സ്റ്റേ ചെയ്യാൻ സ്ഥലമൊന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനെയെങ്കിൽ നിനക്ക് എന്റെ വീട്ടിൽ സ്റ്റേ ചെയ്യണ്ടാനാ? നിനക്കതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ഓ, ഒന്ന് നിൽക്കൂ. ഇന്ന് രാത്രി ചിലപ്പോൾ ടോബോ തിരികെ വരാൻ സാധ്യതയുണ്ട്. ടൊർണാറ്റോസിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനായി. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഡാനയെ സുരക്ഷിതമായി ഈ രാത്രിയിൽ ഇവിടെ താമസിപ്പിക്കുന്നതാണ് നല്ലത്. ആ പറഞ്ഞത് ശരിയാണ്. നോ, ഇന്ന് രാത്രി അവളെ ഇവിടെ താമസിപ്പിക്കാൻ പോവുകയാണോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒന്നുമില്ല, ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഈ സ്ഥലം ശരിക്കും സുരക്ഷിതല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ. നല്ല തീരുമാനം, നന്നായിട്ടുണ്ട്. താങ്ക് യു. ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. എന്നാ ശരി, എല്ലാവർക്കും ഗുഡ് ബൈ. വീണ്ടും കാണാം. എല്ലാവരും സൂക്ഷിച്ചിരിക്കണേ. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഞാൻ വീട്ടിലേക്ക് പോവാണ്. ജേസൺ, ഇന്ന് രാത്രി നീ ഫ്രീ ആണോ? നിന്റെ കാരേജിന്റെ വാതിൽ തുറന്നിടണേ. ഹേയ്, നിങ്ങളാ പറഞ്ഞത് കേട്ടോ? യെസ്. അതെ, അവർ രണ്ടുപേരും സ്നേഹത്തിലാണ്. അതിനർത്ഥം എന്താണ് അർത്ഥം? എന്താണ് അർത്ഥം? ഇതൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ഓ, എന്തായാലും നൈസ് ആയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ എന്താണ് അവൾ ഉദ്ദേശിക്കുന്നത്? എനിക്കാണെങ്കിൽ നാളെ ക്ലാസ്സും ഉണ്ടല്ലോ. നീ എന്തിനാണ് ഡാനയെ അകറ്റിയത്? നിന്റെ ഈ മണ്ടത്തരം കാരണം നമുക്കിപ്പോ നഷ്ടമായത് 3 മെക്കാഡമൽസിനെയാണ്. അതുകൊണ്ട് എന്താ? ഞാൻ അതിൽ തെറ്റൊന്നും കാണുന്നില്ല. എനിക്ക് മെക്കാഡമൻസിനെ എല്ലാം തിരിച്ചെടുക്കാനാകും ഗാരിയോണിന്റെ കൂടെ. കൂടാതെ നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ടൊർണാറ്റോസിനെയും എനിക്ക് തിരിച്ചെടുക്കാനാകും. എന്നാൽ പിന്നെ കാണാം. എന്നെ വിശ്വസിക്കുക ലോർഡ് ടോബോ. എനിക്ക് നിന്നിൽ വലിയ പ്രതീക്ഷയാണ്. വളരെ നന്ദി. നീ പൊയ്ക്കോളൂ, ഞാൻ നിനക്ക് ഒരു അവസരം കൂടി നൽകാം. ഇതെടുത്തോളൂ. എന്താണിത്? ഇത്തവണ നീ നന്നായി ഫൈറ്റ് ചെയ്യണം.
മനസ്സിലായോ? തീർച്ചയായും. ആ അകത്തേക്ക് വന്നോളൂ. ഹലോ ജൈസൺ. ഹായ് ഇസബൽ. അമ്മ ഇപ്പോ എന്നെ വിളിച്ചിരുന്നു. ഇനി 1 മണിക്കൂർ കഴിഞ്ഞ ശേഷമേ അമ്മ വീട്ടിലേക്ക് വരുവെന്ന്. അത് നന്നായി. ഹേ ഹേ എവൻ, തൽക്കാലം നമ്മൾ ഇവിടുന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഓ അതെ, നമുക്ക് അവരെ ഒറ്റയ്ക്ക് വിടാം. അവരിപ്പോൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതാണ് നല്ലത്. 2 ഇണക്കുരുവികൾ. നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഹേയ്, ഇവരെ കൂടാതെ വേറെ ആളുകളുണ്ടല്ലോ അവിടെ. അതെ, ശരിയാണ്. നമ്മൾ ഡോക്ടർ ഫ്രാങ്കലിനെ പറ്റി മറന്നുപോയി. നിങ്ങൾ എന്താണ് ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് പറയാനുള്ളത് മിസ്റ്റർ കെയെ കുറിച്ചാണ്. നിന്റെ അച്ഛനെ പറ്റിയാണ് ജേസൺ. നിങ്ങൾക്ക് അച്ഛനെ കുറിച്ച് എന്തറിയാം? അതായത് ഇതിനു മുമ്പേ ഞാൻ സൂചിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പുകൾ അടങ്ങിയ ഡയറിയെ പറ്റി. ബ്ലാക്ക് മിറേഴ്സ് എല്ലാ മെക്കാഡമൽസിനെയും കൈവശപ്പെടുത്തിയാലും മെക്കാഡമൽസിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അവർക്ക് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അവയെ പൈശാചിക ശക്തികൾക്കായി ഉപയോഗിക്കാൻ അവർക്കാകില്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മെക്കാഡമൽസിന്റെ രഹസ്യങ്ങളെ പറ്റിയുള്ള ഒരു ക്ലൂ എന്തായാലും ഉണ്ടാകും. നീ ഇപ്പോൾ താമസിക്കുന്ന ഈ വീട്ടിൽ തന്നെ ആ ക്ലൂ ഒളിഞ്ഞിരിപ്പുണ്ടാകും. നമ്മുടെ ഭാഗ്യത്തിന് നിന്റെ അമ്മ ഇന്ന് രാത്രി വളരെ വൈകിയ വീട്ടിലെത്തൂന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇതൊരു നല്ല അവസരമാണെന്ന്. അതെ, വളരെ ശരിയാണ്. നമുക്ക് പാഴാക്കാൻ സമയമില്ല. നമുക്ക് വീടൊന്ന് പരിശോധിച്ചാലോ? തീർച്ചയായും, വാ പോകാം. ചുറ്റുപാടും ഒന്ന് നോക്കാം. ശരി, ഞങ്ങളും കൂടെയുണ്ട്. കൂടുതൽ പേർ വേണം ഇതിൽ. ഗുഡ് ഐഡിയ. എന്നാൽ തിരച്ചിൽ ആരംഭിച്ചോളൂ. ഞാനിവിടെ അന്വേഷിക്കാം. ജെയ്സന്റെ അമ്മ വരുന്നതിന് മുമ്പ് ഇവിടെ മുഴുവൻ പരിശോധിക്കാം. നമ്മളും അവരെ സഹായിക്കേണ്ടതാണ്. പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. ഇവിടെ ഒന്നുമില്ലല്ലോ. എന്നാൽ ആ ഭാഗത്ത് നോക്ക്. ഞാൻ ആ ഭാഗത്ത് നോക്കാം. എവിടെ നിന്നാണ് ഈ മണം? ഇവിടെയൊക്കെ ഒന്നുമില്ല. ഇവിടെയൊന്നും കാണാനില്ലല്ലോ. ആ ഡ്രോയ്ക്കുള്ളിലും ഒന്നുമില്ല. എന്താണിത്? നിനക്കെന്തെങ്കിലും കിട്ടിയോ? ഇല്ല, എന്നോട് ക്ഷമിക്കൂ ഡാഡി, ഇതല്ല. എനിക്ക് തോന്നുന്നത് ജേസന്റെ കുട്ടിക്കാലത്തുള്ള ചിത്രങ്ങളായിരിക്കുമെന്ന്. നീ ഇവിടെ എന്തെങ്കിലും കണ്ടെത്തിയോ? നിന്റെ ചിത്രങ്ങളല്ലേ ഇതൊക്കെ? ചിലപ്പോ ആയിരിക്കാം. ചിലപ്പോഴോ? ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ലല്ലോ. തീർച്ചയായും അങ്ങനെ തന്നെ ആകണം. ഇതിൽ നീ വളരെ ചെറുതാണ്, അപ്പൊ നിനക്ക് ഓർമ്മ കാണില്ല. ഇതിൽ നീ വളരെ ക്യൂട്ടാണ്. ഞാനും കൂടി ഒന്ന് നോക്കട്ടെ. കൊറേ ഫോട്ടോസ് ഉണ്ടല്ലോ. വരൂ, നമുക്ക് അധിക സമയമില്ല. നമുക്ക് ക്ലൂയിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരാം. ഇതിനു മുൻപ് ഞാനിതൊന്നും കണ്ടിട്ടേയില്ല. ഇതിലൊട്ടിച്ചിരുന്ന ഒരു ഫോട്ടോ മിസ്സായി പോയെന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഏയ്, ഞാൻ ഇവിടെ നോക്കി തീർന്നില്ല. ഞാനും വരുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് നോക്കാം. അകത്ത് എന്തോ ഒരു സാധനം ഒളിച്ചിരിക്കുന്നത് പോലെ ഉണ്ടല്ലോ. ശരി, നമുക്ക് അകത്ത് പോയി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഞാനിവിടെ ഞെരുങ്ങി പോവല്ലോ. എന്തായാലും ചടിഞ്ഞു പോവാ. എല്ലാം മറിഞ്ഞു വീണല്ലോ. എന്താണ് എന്താണിത്? നീ ഓക്കേ ആണല്ലോ? കണ്ണു തുറക്കവൻ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓ നോ, യവൻ അനങ്ങുന്നില്ലല്ലോ. യവൻ കണ്ണു തുറക്കുന്നില്ല. കണ്ണു തുറക്ക യവൻ. എന്താണ് ഇവിടെ? എവൻ എണിക്കുന്നില്ലേ? എന്താ, എന്തെങ്കിലും കിട്ടിയോ? ഏയ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. യവൻ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ അപരൻ കാണാൻ എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. ഓ, മുകളിൽ നിന്ന് എന്തോ വരുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ആരാണ് ഈ സാധനങ്ങളെ തള്ളിയിട്ടത്? അതാരെങ്കിലും ആയിരിക്കും. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഈ കാണുന്ന ടോയ് കാറ് ശരിക്കും നിന്നെ പോലെ തന്നെയുണ്ട്. നിനക്കെന്ത് തോന്നുന്നു?
അവൻ കാണാൻ എന്നെ പോലെ തന്നെയാണ്. അതെ അതെ, നിന്നെ പോലെ തന്നെ. നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്തിയോ? ഹേ ജെയ്സൺ, ഞങ്ങളൊരു ടോയ് കാറിനെ കണ്ടെത്തി. എന്താ? പക്ഷെ ഇതൊരു സാധാരണ ടോയ് കാർ മാത്രമാണ്. യാ, പക്ഷെ ഇതിനെ കാണാൻ ശരിക്കും എവനെ പോലെയുണ്ട്. ഓ, അങ്ങനെയാണോ? മിസ്റ്റർ കെ അന്ന് എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നു. ഞാൻ നിന്നോടൊരു സത്യം പറയുകയാണ്. ഈ മെക്കാഡമിൽസിനെ കാറിന്റെ രൂപത്തിലാക്കിയതിനൊരു കാരണമുണ്ട്. ഓ, എന്താണത്? പറഞ്ഞോളൂ. എന്റെ മകൻ ജെയ്സന് കാറുകൾ വളരെയേറെ ഇഷ്ടമാണ്. ആ ടോയ് കാർ നിന്റെ തന്നെയല്ലേ ജെയ്സൺ? അതെ, ഇത് എന്റെ തന്നെയാണ്. പക്ഷെ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. അതെ, ഇപ്പോഴെനിക്കെല്ലാം മനസ്സിലാകുന്നു. ചിലപ്പോൾ ആദ്യത്തെ മെക്കാഡമൽ കാറിന്റെ രൂപത്തിൽ ഉണ്ടാക്കാൻ കാരണം നിനക്ക് കാറുകൾ ഇഷ്ടമായതുകൊണ്ടായിരിക്കാം. ആ കാർ തന്നെയായിരിക്കാം ആദ്യത്തെ മെക്കാഡമൽ. ഞാൻ വിശ്വസിക്കുന്നത് ഈ ടോയ് കാർ തന്നെയായിരിക്കും എവന്റെ ആദ്യത്തെ മോഡൽ. അതുകൊണ്ടായിരിക്കും അത് കാണാൻ എന്നെ പോലെ ഇരിക്കുന്നത്. അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ ആ കാറിനെ പോലെയാണ് ഞാൻ ഇരിക്കുന്നത്. ശരിക്കും നിനക്ക് ഒന്നും ഓർമ്മ വരുന്നില്ലേ? എനിക്ക് കാറുകൾ വളരെ ഇഷ്ടമായിരുന്നു എന്റെ ചെറിയ പ്രായത്തിൽ തന്നെ. കാരണം എന്റെ അച്ഛനൊരു റേസ് ഡ്രൈവർ ആയിരുന്നു. പക്ഷെ എനിക്ക് ടോയ് കാറിനെ കുറിച്ച് ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല. ചിലപ്പോൾ എന്റെ ചെറിയ പ്രായത്തിൽ ഇത് തന്നെയായിരിക്കും എന്റെ ടോയ് കാർ. പ്രശ്നമുണ്ട് ജെയ്സൺ, നിന്റെ അമ്മ വീടിന്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു. ഗുഡ് നൈറ്റ്. ബൈ. ഷെയ്, നമുക്ക് മിസ്റ്റർ കെയുടെ സീക്രട്ടിനെ കുറിച്ച് ഒരു ക്ലൂ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. അതിന്റെ മെക്കാനിസത്തെ പറ്റി. ചിലപ്പോൾ യവനും ടോയ്ക്കാരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും. അതൊരു യാദൃശ്ചിക കാര്യമല്ല. ആ കാർ ജെയ്സന്റെ ആണെങ്കിൽ അതിലെന്തോ ഒന്നുണ്ട്. ലോകത്തെ സംരക്ഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ആ, വാലന്റൈൻ ഇസബൽ ബ്ലൂലാൻഡ്. ഞാൻ കാത്തിരുന്നത് നിന്നെ തന്നെയായിരുന്നു, ഈ മോഡൽ പരീക്ഷിക്കാൻ. ഒരു പുതിയ മോഡൽ? നീ എന്ത് കരുതി കളിയാക്കുകയാണോ? ഈ സെന്റർ ഗ്രാവിറ്റി എഞ്ചിന് ഒരുപാട് കഴിവുകളുണ്ട്. ഹായ്, ഞാൻ ഗ്രിഫിൻ. മറ്റുള്ള ഓൾഡ് മോഡൽസിനെ പോലെ അല്ലതാ ഇവൻ. അസാധ്യം. വെറും 30 മെക്കാഡമൽസ് മാത്രമേ ഉള്ളൂ മൊത്തത്തിൽ. പക്ഷെ നിന്റെ കയ്യിലുള്ള ഈ മെഷീൻ എന്തായാലും മിസ്റ്റർ കെയുടെ അറിവിലുള്ളതല്ല. ആരാണ് ഉണ്ടാക്കിയത് ഇതുപോലൊരെണ്ണം? ഇത് സത്യമാണോ? ഹേയ്, കം ഓൺ. നിങ്ങൾ ഇങ്ങനെ പേടിച്ചു നിൽക്കാതെ നിങ്ങളുടെ നീക്കം തുടങ്ങിക്കോളൂ. ഇസബൽ, ഒരു ഫൈറ്റ് ചെയ്യാൻ എന്നെ അനുവദിക്കൂ. ക്രോക്കി, എനിക്കൊരു അവസരം തരൂ ജയിക്കാനായി. എനിക്ക് തീർച്ചയായും ഇത് ജയിച്ചേ മതിയാകൂ. നമുക്കൊന്നും അറിയില്ല ഈ പുതിയ എതിരാളിയെ പറ്റി. ഇതൊരു പുതിയ മോഡൽ മെക്കാഡമൽ ആണ് ക്രോക്കി. നമുക്കറിയില്ല ഇതിന്റെ കഴിവും വീക്ക്നെസ്സും എന്താണെന്നുള്ളത്. ഇനിയും നീ ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ? എന്റെ മനസ്സ് നേരത്തെ തന്നെ തയ്യാറായി കഴിഞ്ഞു. എന്നാ ശരി, അങ്ങനെ ആവട്ടെ. ഓ, നീ കുറച്ച് സമയമേ ആയുള്ളൂ തയ്യാറായിട്ട്. തെളിയിക്കൂ നിന്റെ കഴിവുകൾ ക്രോക്കി. മെക്കാഡിമോ ഗോ! എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യൂ ഗ്രിഫിൻ. മെക്കാഡമൽ ഗോ!
നമ്മളെയും ഗ്രിഫിനെയും തോൽപ്പിക്കാൻ ആർക്കും ആവില്ല. അപ്പോ ഇതാണല്ലേ ഇറാച്ചിലെയും ന്യൂ മോഡൽ മെക്കാഡമൽ ഗ്രിഫിനും? യുദ്ധം ഞാൻ ജയിച്ചിരിക്കും. ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ് ഒക്ട. ആരാണ് ഈ ഓക്ട? അതാരായാലും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. Go! Enormous crocodile tail, negative tail. ഏയ്, എന്താ ഫൈറ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാ കയ്യിലെ കാർഡ് ഉപയോഗിക്കാത്തത്? എതിരാളിയുടെ ശക്തിയെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും. നമുക്കിത് അവസാനിപ്പിക്കണം എത്രയും നേരത്തെ തന്നെ. Wrong jaw spinning bite. അങ്ങനെ തന്നെ ക്രോക്കി, അവനെ അടിച്ച് താഴേക്കിട്. ഞാൻ കാണുന്നുണ്ട് നിന്റെ പെർഫെക്റ്റ് നീക്കങ്ങൾ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിനക്കിപ്പോൾ കാണിച്ചു തരാം ഇവൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്. കണ്ടോ, Shift to ground, Tales of Darkness. എന്നാ പിന്നെ ഞാൻ എന്റെ പ്രകടനം തുടങ്ങിക്കോട്ടെ. No, ക്രോക്കി. ഹേ ഇറാച്ചില, തയ്യാറായിക്കോ. താങ്ക് യു റാച്ചില. No, ക്രോക്കി. വിഷമിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോഴും പഴയ ക്രോക്കി തന്നെയാണ്. ഞാനൊന്ന് കാണട്ടെ നിന്റെ നീക്കം. Team of Darkness, Light Beam. ഇനി എന്റെ ആക്രമണം നീ ഒന്ന് ചെറുത്ത് കാണിക്കുക. നിനക്ക് എന്റെ പ്ലാൻ എന്താണെന്ന് അറിയാമോ? ഫൈനൽ എബിലിറ്റി ഷെയർലെസ് ക്രോക്കി കോഡർ. ഞങ്ങൾ ഇനി വില കുറിച്ച് കാണുന്നത്.